വരെ സ്നേഹസ്പർശത്തിൻ്റെ രണ്ടാമത്തെ അധ്യായമായ രോഗത്തിനരികിലേക്ക് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എന്നാണ് ഞാനെൻ്റെ പ്രത്യക്ഷ ദൈവത്തെക്കുറിച്ച് ആദ്യമായി കേട്ടത്? 2000 ജൂലൈ 10 തിങ്കളാഴ്ച SCRT ഓഫീസിന് മുന്നിൽ നടക്കുന്ന KSTA ധർണയിൽ പങ്കെടുക്കുവാൻ കിളിമാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിൽ വണ്ടിയിൽ വച്ചാണ്. പുല്ലയിൽ LPSൽ എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന സുലോചന ടീച്ചറിൻ്റെയും റുക്കിയയുടെയും ഒപ്പമുള്ള ആ യാത്രയ്ക്കിടയിൽ വണ്ടിക്ക് കുഴപ്പം പറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്കെൻ്റെ ദൈവം ഇന്നും അപരിചിതനായിരുന്നേനെ. ക്യാൻസർ എന്ന കൊലയാളി ഇഞ്ചിഞ്ചായി എന്നെ കൊന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്നോർക്കുമ്പോൾ എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. TTC സഹപാഠി വേണു ഏൽപ്പിച്ച നോട്ടിലെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു ഞാനും സുലോചന ടീച്ചറും. ടപ്പ് എന്നൊരു ശബ്ദം കേട്ടു. പേടിച്ചുപോയി. വണ്ടി കുറച്ചു ദൂരം മുന്നോട്ട് നിരങ്ങി നിന്നു. എല്ലാവരും പുറത്തിറങ്ങി. ഏറ്റവും ഒടുവിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അധ്യാപികമാർ വെയിൽ കൊള്ളാതെ നിൽക്കാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിച്ച് നിന്നപ്പോഴേക്കും മുകളിലെ വൈദ്യുത കമ്പികൾ ശക്തിയായി ആടിയുലഞ്ഞു. ഒരു വലിയ ശബ്ദത്തോടെ അല്പം അകലെ റോഡരികിൽ നിന്ന മുത്തശ്ശി മരം ഞങ്ങളുടെ വണ്ടി കേടായ അതേ സ്ഥലത്ത് റോഡിന് കുറുകെ പതിച്ചു. ട്രാഫിക് തടസ്സപ്പെട്ടു. മരണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുവെന്ന് എല്ലാവരും ആശ്വസിച്ചു. ചർച്ച അതേക്കുറിച്ചായി. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറേ അധ്യാപകർ വീണ് കിടക്കുന്ന മരത്തിനരികിലേക്ക് പോയി. ട്രാഫിക് തടസ്സപ്പെട്ടു. വണ്ടികൾ അപ്പുറവും ഇപ്പുറവും വന്നു തിരിച്ചു പോകാൻ തുടങ്ങി. നടുക്കത്തിൽ നിന്ന് മോചിതരാകാതെയാണ് ടയർ മാറ്റി വണ്ടിയിൽ കയറിയത്. ഞങ്ങൾ രണ്ടാളും മരം വീണ് മരിച്ചിരുന്നെങ്കിൽ മക്കളെ ആരു വളർത്തും? ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ആൾ വളർത്തിക്കൊള്ളും. KSTA നേതാവ് ഷാജഹാൻ സാറിൻ്റെ പത്നി റുക്കിയ വ്യാകുലതയോടെ പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും ഉണ്ടായിരുന്നു. എല്ലാ യാത്രകളിലും കൂടെ പോരുന്ന മോൻ ഇപ്രാവശ്യം വന്നില്ല. ദൈവമെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. അതെ, ദൈവം നിശ്ചയിച്ചിരുന്നു എല്ലാം. കാരിയേറ്റ് നിന്ന് കയറിയത് മുതൽ നിൽക്കുകയായിരുന്ന AUOയിലെ അശോകൻ സാറിൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. അപ്പോൾ ശ്രീയേട്ടൻ്റെ അനിയൻ വഞ്ചിയൂർ UPSലെ അധ്യാപകൻ ഉണ്ണി അനിയൻ എന്നെ അവൻ്റെ അരികിലേക്ക് ഇരിക്കാൻ ക്ഷണിച്ചു. ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും സുലോചന ടീച്ചർ കൂടി നിർബന്ധിച്ചതോടെ ഞാൻ അവിടെ ചെന്നിരുന്നു. ഞാൻ അവിടെ ഇരിക്കേണ്ടത് അനിവാര്യമായിരുന്നു. സംസാരത്തിനിടയിൽ ഉണ്ണി അവൻ്റെ അമ്മായിയുടെ മാറിലെ മുഴ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടറെക്കുറിച്ച് വിവരിച്ചു. ഉണ്ണിയുടെ വാക്കുകളിലൂടെ ആ നല്ലവനായ ഡോക്ടറുടെ ചിത്രം എൻ്റെ മനസ്സിൽ പതിക്കുകയായിരുന്നു. രൂപം, ഭാവങ്ങൾ, രോഗികളോടും ബന്ധുക്കളോടുമുള്ള പെരുമാറ്റം, സാമർഥ്യം ഒക്കെ. ഈ നൂറ്റാണ്ടിലും ഇങ്ങനൊരു ഡോക്ടറോ ചേട്ടത്തി എന്നാണ് അവൻ പറഞ്ഞു നിർത്തിയത്. അവൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവയായിരുന്നു. ഫസൽ മരക്കാർ എന്നാണ് ഡോക്ടറുടെ പേര്. മെഡിക്കൽ കോളേജിലെ സർജറി പ്രൊഫസർ. വെളുത്തു മെലിഞ്ഞ ശരീരം. 50 വയസ്സിനോടടുത്ത പ്രായം. വീട്ടിൽ ചികിത്സയില്ല. പക്ഷേ രോഗികളുടെ ബന്ധുക്കൾ ചെന്നാൽ ക്ഷണിച്ചിരുത്തി എത്ര സമയമെടുത്തും സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകും. ഒരു ദിവസം തന്നെ മാറിലെ മുഴുവൻ നീക്കുന്ന ശസ്ത്രക്രിയ ഒത്തിരി നടത്തുന്നുണ്ട്. രോഗികളോട് വളരെ സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ട്. ചൊവ്വാഴ്ചയാണ് OP. എൻ്റെ മനസ്സിലൊരു മിന്നൽ കടന്നുപോയി. ഇതേ രോഗവുമായി ഞാൻ 5 മാസമായി നടക്കുകയാണ്. സദാസമയവും എന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ ഭയം. ആരെ കാണിക്കുമെന്ന ഉത്കണ്ഠ. മുഴ കണ്ട ഉടൻ ഒരു ലേഡി ഡോക്ടറെ കാണിച്ചതാണ്. ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ അന്ന് പറഞ്ഞു. ആ സമയത്ത് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴോ കുളിക്കുമ്പോൾ സോപ്പ് തേക്കുമ്പോഴൊക്കെ കയ്യിൽ തട്ടും. കാണുന്ന ഡോക്ടർമാരെയൊക്കെ കാണിക്കാൻ പറ്റിയതാണോ ഇത്? ഞാൻ തേടിക്കൊണ്ടിരുന്ന ആളെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുവരെ കേൾവിക്കാരിയായിരുന്ന ഞാൻ പതുക്കെ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാ? മെഡിക്കൽ കോളേജ് സ്കൂളിന് എതിർവശത്ത്. അഡ്രസ്സും ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ്. വൈകുന്നേരം 7 മണിക്ക് വീട്ടിൽ വരൂ. എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ വേണമായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് ഫോൺ ചെയ്യാം. ഇതാ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ചേട്ടത്തി പേപ്പർ എടുത്താൽ മതി. വെള്ളല്ലൂർ സ്കൂളിലെ അധ്യാപകൻ വേണുവിൻ്റെ നോട്ട്ബുക്കിൽ നിന്നും പകുതി പേജ് കീറിയെടുത്ത് ഓടുന്ന വണ്ടിയിലിരുന്ന് തന്നെ അഡ്രസ്സും ഫോൺ നമ്പറും എഴുതിയെടുത്തു. ധർണയിൽ പങ്കെടുക്കുമ്പോഴും തിരികെ മടങ്ങുമ്പോഴും ഒക്കെ ഇത് തന്നെയായിരുന്നു ചിന്ത. മടങ്ങും വഴി ഉണ്ണിയുടെ വീട്ടിൽ കയറി. അവിടെ വിശ്രമിക്കുകയായിരുന്ന അമ്മായിയെ കണ്ടു. അവർക്കും ഡോക്ടറെക്കുറിച്ച് വിവരിക്കാനേ നേരമുള്ളൂ. യൂണിറ്റിലെ ഓരോരുത്തരെക്കുറിച്ചും നല്ലതേ പറയാനുള്ളൂ. ഓപ്പറേഷൻ നടത്താൻ തിയേറ്ററിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ ബന്ധുക്കളില്ലാത്തതുകൊണ്ട് പോകാൻ വിസമ്മതിച്ച അവരോട് അമ്മയ്ക്ക് ഞങ്ങളുണ്ട് ബന്ധുക്കളായിട്ട്, ഒന്നും വരില്ല എന്ന് ധൈര്യപ്പെടുത്തിയതും ബന്ധുക്കൾ ചെന്നപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമായി വാർഡിൽ കിടക്കുന്നതാണ് കണ്ടതെന്നും മറ്റും അവർ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഫസൽ മരക്കാർ ഡോക്ടറെ കണ്ടാൽ മനസ്സിൻ്റെ ഭാരം ഇറക്കി വയ്ക്കാം എന്നെനിക്ക് തോന്നി. പക്ഷെ അത് സാധിക്കാൻ ഒട്ടേറെ തടസ്സങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. ഒന്നാമത്തേത് ശ്രീയേട്ടൻ്റെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കുക എന്നത് തന്നെ. എനിക്കൊരു ജലദോഷം വരുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത ആളാണ്. അസ്വസ്ഥത വരുന്നത് ദേഷ്യമായിട്ടാണെന്ന് മാത്രം. ലേഡി ഡോക്ടർ ഒന്നുമില്ല എന്ന് പറഞ്ഞത് കേട്ട് ആശ്വസിച്ചിരിക്കുകയാണ്.
പക്ഷേ വളരുന്ന മുഴ എൻ്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നു. എന്നെ ഫസൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം എന്ന് പറയാനും നിവൃത്തിയില്ല. കാരണം ഡോക്ടർ വീട്ടിൽ രോഗികളെ പരിശോധിക്കാറില്ലെന്നാണ് ഉണ്ണി പറഞ്ഞത്. മെഡിക്കൽ കോളേജ് ഒ.പിയിൽ ചൊവ്വാഴ്ച കൊണ്ടുപോകാൻ പറയാനും നിവൃത്തിയില്ല. ഡോക്ടറെ കണ്ടാലറിയില്ല, ഏത് ഒ.പിയിൽ ചെല്ലണമെന്നറിയില്ല. ഫോൺ വിളിക്കാൻ പറയാൻ ശ്രീയേട്ടൻ ഒരിക്കലും 7 മണിക്ക് വീട്ടിൽ കാണാറില്ല. എന്തു ചെയ്യേണ്ടു എന്ന വ്യതയുമായ ദിവസങ്ങൾ തള്ളി നീക്കി. പലപ്പോഴും ശ്രീയേട്ടനോട് പറയാൻ തുടങ്ങിയതാണ്. പക്ഷേ അതുവരെയുള്ള ഭയം മാറുമെന്ന് പേടിച്ച് പറഞ്ഞില്ല. നിസ്സാര കാര്യങ്ങൾ പെരുപ്പിച്ച് കാണുന്ന എൻ്റെ സ്വഭാവ വൈകല്യം കൊണ്ട് തന്നെ ശകാരം ഉറപ്പ്. അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. സഹാധ്യാപികയായ ആയിഷയുടെ ചേട്ടൻ്റെ മകൻ ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചിട്ട് അധിക ദിവസമായില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാനും ആയിഷയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആയിഷ ഉമ്മയുടെയും ആ മോൻ്റെയും കാര്യം പറഞ്ഞു. ഒത്തിരി കരഞ്ഞു. ഉമ്മ 8 വർഷം രോഗം ഒളിപ്പിച്ചുകൊണ്ട് നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അവരനുഭവിക്കുന്ന ശാരീരിക, മാനസിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇത്രത്തോളം രൂക്ഷമാകില്ലായിരുന്നു എന്നവൾ സങ്കടപ്പെട്ടു. ഞാൻ അറിയാതെ എൻ്റെ കൈ ഇടതുമാറിലെ മുഴയിൽ സ്പർശിച്ചു. ഇനിയും ഒരു നിമിഷവും താമസിച്ചുകൂടാ എന്ന് മനസ്സ് പറഞ്ഞു. ആയിഷയുടെ വാപ്പയും സഹോദരങ്ങൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ നാളെ എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കാൻ ഇടവരരുത്. ഇന്ന് തന്നെ ഡോക്ടറെ വിളിക്കണം. 7 മണിവരെ എങ്ങനെ കഴിച്ചു കൂട്ടി എന്നറിയില്ല. ഫോൺ ഡയൽ ചെയ്യാൻ നേരം കൈ വിറച്ചു. ഹലോ. അപ്പുറത്തുനിന്നും പുരുഷസ്വരം. ശരീരം വിറച്ചു. സംശയിച്ച് ചോദിച്ചു, ഫസൽ മരക്കൽ ഡോക്ടറെ വീടല്ലേ? അതെ. ഡോക്ടറുണ്ടോ? ഡോക്ടറാണ് സംസാരിക്കുന്നത്. പിന്നൊന്നും പറയാൻ വയ്യ. അല്പസമയം കഴിഞ്ഞിട്ട് തുടർന്നു, ഞാനൊരു ടീച്ചറാണ്. എൻ്റെ ഇടതുമാറിടത്തിൽ ഒരു മുഴയുണ്ട്. എത്ര നാളായി കണ്ടിട്ട്? 5 മാസം. ഒരു ഡോക്ടറെ കണ്ടിരുന്നു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് വളരുന്നുണ്ട്. വീട്ടിൽ വരെ നോക്കട്ടെ, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഒ.പിയിൽ വരൂ. ഒ.പിയിൽ വരാൻ ഏതെങ്കിലും ഒരു ഡോക്ടറെ റെഫർ ചെയ്യണ്ടേ? എങ്കിൽ വീട്ടിൽ വരൂ. 7 മണി മുതൽ ഞാൻ വീട്ടിലുണ്ടാവും. നാളെ വരൂ. ഞാൻ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് ഒന്നുകൂടി വിളിക്കാം. ഭർത്താവ് എന്തു ചെയ്യുന്നു? കിളിമാനൂർ ടൗൺ UPSലെ അധ്യാപകനാണ്. ശരി, ആലോചിച്ചിട്ട് നാളെ വരൂ. നന്ദി. ഫോൺ താഴെ വെച്ചു. ശരീരം തണുത്ത് മരവിച്ചിരിക്കുന്നു. പകുതി ആശ്വാസമായി. വീട്ടിൽ ചെല്ലാൻ അനുവാദം കിട്ടി. ഇനി ശ്രീയേട്ടനോട് പറയണം. അദ്ദേഹം രാത്രി 9:30 കഴിഞ്ഞാണ് അന്ന് വന്നത്. അടുത്ത് ചെന്ന് പതുക്കെ പറഞ്ഞു, നാളെ നമുക്ക് മിന്നിയുടെ അമ്മയുടെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറെ കാണാൻ പോകണം. എന്തിന്? മുഴ വലുതാകുന്നു. അത് ശരി. ഇതുവരെ അത് മനസ്സിലിട്ട് നീട്ടി നടക്കുകയായിരുന്നല്ലേ? ഒരു ഡോക്ടർ ഒന്നുമില്ലെന്ന് പറഞ്ഞതല്ലേ? അവർ ഗൈനക്കോളജിസ്റ്റ് അല്ലേ? ഈ ഡോക്ടർ ഇത്തരം കേസുകൾ ധാരാളം കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഞാൻ ഇന്ന് വിളിച്ചു. നാളെ ചെല്ലാൻ പറഞ്ഞു. ആരാ? എവിടെയാ? എന്തിൻ്റെ ഡോക്ടറാ? എവിടെയാണ് വീട്? ഉണ്ണി അനിയനോട് ചോദിച്ചാൽ മതി. അവനാ എന്നോട് ഡോക്ടറെ പറ്റി പറഞ്ഞത്. ഉടൻ അവനെ വിളിച്ചു. വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പിറ്റേന്ന് ഡോക്ടറെ ഒന്നുകൂടി വിളിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് കോഴ്സ് കിളിമാനൂർ BRCയിൽ വെച്ച് നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. ഉള്ളിലെ കൊടുങ്കാറ്റിൻ്റെ അലകൾ മുഖത്തും പ്രകടമായിരുന്നു. സുലോചന ടീച്ചറും സുശീല ടീച്ചറും വിവരം അന്വേഷിച്ചു, ആശ്വസിപ്പിച്ചു. അറമ്പറ്റി വാക്കുകൾ അറിയാതെ നാവിൽ നിന്ന് മുതിർന്നു വീണു. എനിക്കിത് പോയാലും ഒന്നുമില്ല. വീട്ടുകാരെ കഷ്ടത്തിലാക്കാൻ ഇടവരുത്തരുതെന്നേയുള്ളൂ. ഈ കൊച്ച് എന്തൊക്കെയാണ് പറയുന്നത്? ഒരു ചെറിയ ഓപ്പറേഷനോടെ മാറ്റാവുന്നതേ ഉള്ളൂ. എത്ര പേർക്ക് ഇത് വന്നിരിക്കുന്നു? സുലോചന ടീച്ചർ പറഞ്ഞു. ടീച്ചർക്ക് അത്ര ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. വീട്ടിലെത്തി വീടും പരിസരവും വൃത്തിയാക്കിയപ്പോഴേക്കും ശ്രീയേട്ടനും എത്തി. കുളിച്ചൊരുങ്ങാനായിട്ട് മുൻ സഹപ്രവർത്തകർ ലാലി ടീച്ചർ പറഞ്ഞു. എവിടെ പോകുന്നു? വിവരം പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല. എൻ്റെ അനിയത്തിക്ക് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഓപ്പറേഷൻ. അന്ന് തന്നെ വിടും, ടീച്ചറും പറഞ്ഞു.